നമുക്ക് ഇപ്പോഴേ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് എക്സാം ലഭിക്കുന്നതാണ്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഈ ഒരു ഹയർ ലെവൽ എക്സാംസിനൊക്കെ ചോദിക്കുക. പ്രത്യേകിച്ച് ഈ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. പക്ഷേ ഇപ്രാവശ്യം DMൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു സിനാരിയോ തന്നിട്ട് തന്നെയായിരുന്നു GCSന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഹൈ ഓൾ, വെൽക്കം ടു എജുസ് അക്കാഡമി. നമ്മുടെ DMയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എക്സാം നമ്മൾ നോട്ടിഫിക്കേഷൻ ഏകദേശം ഈ വർഷം എൻഡോടുകൂടി കേട്ടോ 2025 അവസാനത്തോടു കൂടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് അതിനോടൊപ്പം തന്നെ ട്യൂട്ടറിന്റെയും നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എക്സാമിനേഷൻ നടത്തിയത് ഏകദേശം, അതായത് ട്യൂട്ടർ എക്സാം ആദ്യം കഴിഞ്ഞു, അതിനുശേഷമാണ് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാം വന്നത്. അതുകൂടാതെ തന്നെ റാങ്ക് ലിസ്റ്റും ആദ്യം ട്യൂട്ടറിന്റെ ആണ് വന്നത്, അതിനുശേഷമാണ് നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാം വന്നിരിക്കുന്നത്. നമ്മൾ ഇപ്രാവശ്യം ഏകദേശം അങ്ങനെയൊക്കെ തന്നെ 2 പോസ്റ്റിന്റെയും നോട്ടിഫിക്കേഷൻ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഈ 2 എക്സാമും ഏകദേശം, അതായത് ട്യൂട്ടറിന്റെ നമുക്കറിയാം ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് BSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് ആണ്. അതേസമയം അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ വരുന്നത് MSc നഴ്സിംഗ് അല്ലെ, MSc നഴ്സിംഗ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ 2 ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവർക്ക് വളരെ ഗോൾഡൻ ചാൻസ് ആണ്. അതായത് BSc ഉള്ളവർക്ക്, BSc മാത്രമുള്ളവർക്ക് ട്യൂട്ടർ പോസ്റ്റും, അതുകൂടാതെ MSc നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വളരെ ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഈ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ളത്. സോ അതിനുവേണ്ടി നമുക്ക് ഇപ്പോഴേ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് എക്സാം ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അതിൽ കഴിഞ്ഞ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മൾ സ്റ്റാഫ് നഴ്സ് എക്സാം പോലെ അല്ല, അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഈ ഒരു ഹയർ ലെവൽ എക്സാംസിനൊക്കെ ചോദിക്കുക. പ്രത്യേകിച്ച് ഈ സ്കോറിങ് ക്രൈറ്റീരിയ ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അങ്ങനെ ഒരു ടോപ്പിക്കാണ്, അതായത് മെൽഡ് സ്കോർ കേട്ടോ. കഴിഞ്ഞ എക്സാമിന് ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പൊ ഇതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ നമ്മൾ DME സ്റ്റാഫ് നഴ്സിന്റെ എക്സാം നോക്കിക്കഴിഞ്ഞാലും അതിൽ GCSന്റെ ഒരു സ്കോറിംഗ് ചോദിച്ചിരുന്നു. സാധാരണ ഏതെങ്കിലും 1-2 രീതിയിൽ ജസ്റ്റ് സ്കോറിംഗ് ഒക്കെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. പക്ഷേ ഇപ്രാവശ്യം DMൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു സിനാരിയോ തന്നിട്ട് തന്നെയായിരുന്നു GCSന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. സോ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ഫോർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ മെൽഡ് സ്കോർ കേട്ടോ. മെൽഡ് സ്കോറിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് വരുന്നത് എന്നായിരുന്നു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത്. ഓപ്ഷൻ എ ക്രിയാറ്റിനിൻ, ബിലിറൂബിൻ, ആൽബുമിൻ. ഓപ്ഷൻ ബി ക്രിയാറ്റിനിൻ, ബിലിറൂബിൻ, INR. ഓപ്ഷൻ സി ക്രിയാറ്റിനിൻ, ബിലിറൂബിൻ, ബ്ലീഡിംഗ് ടൈം. ഓപ്ഷൻ ഡി ക്രിയാറ്റിനിൻ, ബിലിറൂബിൻ, അമോണിയ. സോ ഈ രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. എന്താണ് ഈ മെൽഡ് സ്കോർ എന്ന് നോക്കാം. അപ്പൊ മെൽഡ് എന്ന് പറഞ്ഞാൽ മോഡൽ ഫോർ എൻഡ് സ്റ്റേജ് ലിവർ ഡിസീസ് കേട്ടോ. അതായത് നമ്മുടെ ഒരു എൻഡ് സ്റ്റേജ് ലിവർ ഡിസീസ് ഉള്ള പേഷ്യൻസിന് അവരുടെ അസുഖത്തിന്റെ സിവിയറിറ്റി, അതുകൂടാതെ അവരുടെ മോർട്ടാലിറ്റിയുടെ ചാൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കൂടാതെ ഇവർക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ മെൽഡ് സ്കോർ വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് മെൽഡ് സ്കോറിൽ വരുന്നത് മെയിൻലി എൻഡ് സ്റ്റേജ് ലിവർ ഡിസീസ് ഉള്ള പേഷ്യൻസിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ മെൽഡ് സ്കോർ യൂസ് ചെയ്യുന്നത് എന്ന് ഓർക്കാം. നോക്കിയേ, ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് അസസ് ദ സിവിയറിറ്റി ഓഫ് ക്രോണിക് ലിവർ ഡിസീസ് കേട്ടോ. ക്രോണിക് ലിവർ ഡിസീസിന്റെ സിവിയറിറ്റി അസസ് ചെയ്യുക. 2, പ്രയോറിറ്റൈസ് പേഷ്യൻസ് ഫോർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കേട്ടോ. ലിവർ ട്രാൻസ്പ്ലാന്റേഷന് പേഷ്യന്റിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഇത് രണ്ടുമാണ് നമ്മൾ സാധാരണ ഈ മെൽഡിന്റെ ഇൻഡിക്കേഷൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കിയാൽ കോമ്പോണൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നേ. 3 കോമ്പോണൻസ് ആണ് വരുന്നത്. 1 സിറം ബിലിറൂബിൻ, 2 സിറം ക്രിയാറ്റിനിൻ, 3 INR. അപ്പൊ നമുക്കറിയാലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സിറം ബിലിറൂബിൻ. എന്താണ് സിറം ബിലിറൂബിന്റെ നോർമൽ വാല്യൂ എത്രയാണ്? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർക്കുന്ന കാര്യമാണ്. നമ്മുടെ ലെവലിൽ പോലും വരുന്ന ക്വസ്റ്റ്യൻ അല്ല, എങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർക്കുന്ന കാര്യമാണ്. നോർമൽ ബിലിറൂബിൻ ലെവൽ എന്ന് പറയുന്നത് എത്രയാണ്? നോർമൽ ബിലിറൂബിൻ ലെവൽ 0.1 to 1.2 അല്ലെ, 0.2 to 1.2 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് നോർമൽ ബിലിറൂബിൻ വരുന്നത്. അതേസമയം സിറം ക്രിയാറ്റിനിൻ ആണെങ്കിലോ, സെറം ക്രിയാറ്റിനിൻ നോർമൽ എത്രയാണ്? 0.3 അല്ലെ, 0.3 to 1.4 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് നോർമൽ സിറം ക്രിയാറ്റിനിൻ ആയിട്ട് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. നെക്സ്റ്റ് INR, അതായത് ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ. അപ്പൊ ഈ 3 കാര്യങ്ങളുമാണ് ഈ മെൽഡിന്റെ കമ്പോണൻസ് ആയിട്ട് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ, കുറച്ചുകൂടെ ഡെപ്തിൽ നമുക്ക് നോക്കാം. സോ മെൽഡ് സ്കോർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അതായത് അതിന്റെ ഫോർമുല ഉണ്ട്. ഫോർമുല ഇതാണ്. അതിൽ 3 പാരാമീറ്റേഴ്സ്, അതായത് നമ്മൾ പറഞ്ഞ ബിലിറൂബിൻ, കൂടുതൽ INR, പിന്നെ ക്രിയാറ്റിനിൻ, ഈ 3 പാരാമീറ്റേഴ്സ് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നോക്കിയാൽ 3.78 into ബിലിറൂബിൻ ലെവൽ പ്ലസ് 11.2 into INR വാല്യൂ
പ്ലസ് 9.57 ഇൻറ്റു ക്രിയാറ്റിനിൻ പ്ലസ് 6.43. ഇതാണ് മെൽഡിന്റെ സ്കോറിംഗിന്റെ ഫോർമുല ആയിട്ട് വരുന്നത്. ഫോർമുല ഓർത്തിരിക്കണമെന്നില്ല, പക്ഷേ ഇത് ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയേ, ഇന്റർപ്രിട്ടേഷൻ ഓഫ് മെൽഡ് സ്കോർ. നമ്മൾ ഇതിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നോക്കിയേ, മെൽഡ് സ്കോർ ലെസ് ദാൻ കേട്ടോ, മെൽഡ് സ്കോർ ലെസ് ദാൻ 10 ആണെങ്കിൽ എന്താണ്, അത് കുറച്ച് നല്ല ഇൻഡിക്കേഷൻ ആണ് കേട്ടോ. ലെസ് ദാൻ 10 പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 month മോർട്ടാലിറ്റി റിസ്ക് എന്ന് പറയുന്നത് വളരെ കുറവാണ്, ലെസ് ദാൻ 2% ആണ്. അതേസമയം മെൽഡ് സ്കോർ 10 to 19 ആണെങ്കിലോ ഒരു 6% മോർട്ടാലിറ്റി റേറ്റ് ആണ്. എപ്പോഴാണ് ഒരു 3 month മോർട്ടാലിറ്റി റിസ്ക് പറയുന്നത്. പിന്നെ 20 to 24 ആണെങ്കിൽ 19.6, പിന്നെ 30 to 39 ആണെങ്കിൽ 52.6. ഇത് നോക്കിക്കുക, മോർ ദാൻ ഓർ ഈക്വൽ ടു 40 എന്ന് പറഞ്ഞാൽ കുറച്ച് അപ്പർ ലിമിറ്റ് ആണ്. അവിടെ പറയുകയാണെങ്കിൽ ഒരു 3 month മോർട്ടാലിറ്റി റിസ്ക് എന്ന് പറയുന്നത് ഒരു 71.3% ഒക്കെ പറയുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ മെൽഡ് സ്കോറിന്റെ ഇന്റർപ്രിട്ടേഷൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കിയേ, യൂസസ് എന്തിനൊക്കെയാണ് നമ്മൾ ഈ മെൽഡ് സ്കോർ യൂസ് ചെയ്യുന്നത്. ഒന്ന്, ലിവർ ട്രാൻസ്പ്ലാന്റ് പ്രയോറിറ്റൈസേഷൻ. അതായത് ഒരു ഹോസ്പിറ്റൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ പല പേഷ്യൻസ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വെയിറ്റ് ചെയ്ത് ഉണ്ടാവും അല്ലേ. സോ അതിൽ തന്നെ ഏത് പേഷ്യന്റിന് ആദ്യം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഈ മെൽഡ് സ്കോറിന്റെ അല്ലെങ്കിൽ മെൽഡ് സ്കോറിംഗ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുക. അതായത് നോക്കിക്കേ, ഹയർ സ്കോർ, അതായത് മെൽഡ് സ്കോർ ഹയർ ആണെങ്കിൽ പേഷ്യന്റിന് ഹയർ അർജൻസി ഉണ്ട് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. 2, പ്രൊഗ്നോസ്റ്റിക് ടൂൾ ഫോർ സിറോസിസ് ആൻഡ് ലിവർ ഫെയിലർ. അതായത് പേഷ്യന്റ് സിറോസിസ് ആണ്, പേഷ്യന്റ് ലിവർ ഫെയിലർ ഒക്കെ ഉണ്ടെങ്കിൽ പ്രൊഗ്നോസ്റ്റിക് ടൂൾ ആയിട്ട് നമ്മൾ മെൽഡ് സ്കോറിനെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത്തേത്, മോണിറ്ററിംഗ് ഫോർ പേഷ്യൻസ് വിത്ത് ഹെപ്പാറ്റോ സെല്ലുലാർ കാർസിനോമ. അതായത് പേഷ്യന്റിന്റെ പ്രൊഗ്നോസിസ് നോക്കുക, പേഷ്യന്റ് സിവിയറിറ്റി നോക്കുക, എന്താണ് ഹെപ്പാറ്റോ സെല്ലുലാർ കാർസിനോമ ഉള്ള പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാനും നമ്മൾ ഈ മെൽഡ് സ്കോർ കേട്ടോ, മെൽഡ് സ്കോർ യൂസ് ചെയ്യുന്നു എന്ന് ഓർക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ സാധാരണ നമ്മുടെ ഒരു തിയറിയിൽ, നമ്മുടെ ക്ലിനിക്കൽ സെറ്റിങ്ങിലൊന്നും നമ്മൾ സാധാരണ അങ്ങനെ യൂസ് ചെയ്യാത്ത, ഇൻഫാക്ട് നമ്മളിപ്പോൾ ഒരു ലിവർ ഐസിയുലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ മെൽഡ് സ്കോർ ഒക്കെ നോക്കും. അല്ലാതെ ഉള്ള സിനാരിയോസിലൊന്നും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമല്ല ഈ മെൽഡ് സ്കോർ. അപ്പൊ ഇതുപോലെ നമ്മൾ കുറച്ച് ഡെപ്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ട്യൂട്ടർ എക്സാം അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം നമുക്ക് ക്ലിയർ ചെയ്യാം, നമുക്ക് നല്ല ഒരു ജോലിയും ലഭിക്കും അല്ലെ. സോ ഈ രീതിയിൽ നിങ്ങളുടെ പഠനം കൊണ്ടുപോവുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.